മലയാളികൾക്ക് ധാരാളം മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഡെന്നീസ് ജോസഫ്. ഈറൻ സന്ധ്യ എന്ന ചിത്രത്തിലൂടെ തിരക്കഥാ രംഗത്തേക്ക് എത്തിയ ഡെന്നീസ് ജോസഫ് നിറക്കൂട്ട്, ശ്യാമ, രാജാവിൻ്റെ മകൻ, ഭൂമിയിലെ രാജാക്കന്മാർ, വഴിയോര കാഴ്ചകൾ, നായർ സാബ്, നമ്പർ 20 മദ്രാസ് മെയിൽ, ആകാശദൂത്, ഗാന്ധർവം, വജ്രം തുടങ്ങി നിരവധി സിനിമകൾക്ക് രചന നിർവഹിച്ചു. മനു അങ്കിൾ, അഥർവം, അപ്പു, തുടർക്കഥ, അഗ്രജൻ തുടങ്ങിയ ചിത്രങ്ങളാണ് ഡെന്നീസ് ജോസഫ് സംവിധാനം ചെയ്തവ. എന്നാൽ കഥാകൃത്ത് എന്ന നിലയിൽ തന്നെയാണ് ഡെന്നീസ് ജോസഫ് പ്രശസ്തി നേടിയത്. ഡെന്നീസ് ജോസഫിൻ്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി നടൻ മമ്മൂട്ടിക്ക് കരിയറിൽ ഉയർച്ച നൽകിയ ചിത്രമായിരുന്നു. എന്നാൽ മലയാളികളുടെ മനസ്സിൽ അന്നും ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു ചിത്രം ആകാശദൂത് ആണ്. CB മലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മാധവി, മുരളി, നെടുമുടി വേണു എന്നിവരാണ്. ലുക്കീമിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായി മരിക്കുന്ന ആനയുടെ മക്കളെ അസുഖം തിരിച്ചറിയുന്ന വേളയിൽ അവർ ദത്ത് നൽകാൻ തീരുമാനിക്കുന്നതായിരുന്നു ചിത്രത്തിൻ്റെ കഥ. ചിത്രം ആഴത്തിൽ പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഒരു ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ കഥാകൃത്തായ ഡെന്നീസ് ജോസഫ് തൻ്റെ സൃഷ്ടിയായ ആകാശദൂതനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അമൃത TVയിലെ സംഗീത സമാഗമം എന്ന പരിപാടിയിൽ മുമ്പ് സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. ആകാശദൂത് ആദ്യം തിയേറ്ററിൽ വിജയമായിരുന്നില്ലെന്നും കരയുന്നതും സങ്കടം വരുന്നതും എൻ്റർടൈൻമെൻറ്റായി മാറുന്നത് എങ്ങനെയാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ഡെന്നീസ് ജോസഫ് പറഞ്ഞത്. ഇവയ്ക്ക് നല്ല മാർക്കറ്റാണെന്ന് തനിക്ക് മനസ്സിലായെന്നും ഡെന്നീസ് ജോസഫ് പറഞ്ഞു. കരയുന്നതും സങ്കടങ്ങൾ വരുന്നതൊക്കെ എൻ്റർടൈൻമെൻറ്റ് ആകുന്നത് എങ്ങനെയാണ് എന്നെനിക്കറിയില്ല. പക്ഷേ അത് എൻ്റർടൈൻമെൻറ്റ് ആകുമെന്ന് എനിക്ക് അറിയാം. വലിയ കണ്ണീർ പടങ്ങളൊക്കെ ഭയങ്കരമായി ഓടുന്നു. സിനിമകൾ മാത്രമല്ല, നോവലുകളും ഇത്തരത്തിൽ ഓടുന്നു. ആകാശദൂത് വരുന്ന സമയത്ത് എനിക്ക് കുട്ടികൾ ഒന്നും ആയിട്ടില്ല. ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ കോപ്പിയൊക്കെ എഴുതി തന്നത് എൻ്റെ ഭാര്യയാണ്. ആദ്യ ദിവസങ്ങളിൽ കളക്ഷനൊക്കെ വളരെ മോശമായിരുന്നു. ചിത്രം ഹിറ്റായി എന്ന് തോന്നിത്തുടങ്ങിയ സമയത്ത് ഞാനും ഭാര്യയും കൂടിയാണ് സിനിമ കാണാൻ പോയത്. ഞാനൊഴികെ എല്ലാവരും തിയേറ്ററിൽ ഇരുന്ന് കരയുകയാണ്. എൻ്റെ ഭാര്യ അന്ന് പൂർണ്ണ ഗർഭിണിയാണ്. അവളും കരയുകയാണ്. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ചോദിച്ചു, ഡെന്നീസ്, നിങ്ങൾ എന്ത് നിഷ്ഠുരനായ മനുഷ്യനാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നതെന്ന്. എൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ ഞാൻ പിന്നെ ചിരിക്കുകയല്ലാതെ കരയുകയാണോ വേണ്ടത് എന്നാണ് ഡെന്നീസ് ജോസഫ് ഇതിന് മറുപടിയായി ഭാര്യയോട് പറഞ്ഞത്. തിയേറ്ററിൽ ആൾക്കാർ മുഴുവൻ ഇരുന്ന് കരയുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പടം ഹിറ്റാകാൻ പോവുകയാണെന്ന്. ആകാശദൂതിൽ നായകൻ മരിച്ചില്ലായിരുന്നെങ്കിൽ അത് വലിയ റിസ്ക് ആയേനെ. ഭർത്താവ് ജീവിച്ചിരിക്കെ കുട്ടികളെ ദത്ത് നൽകുക എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് സഹിക്കില്ല. ഒരു പടം ഒരാഴ്ച കൊണ്ട് ഇല്ലാതായി പോയേനെ. ഈ സിനിമ മദ്യപനായ ഹീറോയും കൂടി നിൽക്കെ കുട്ടികളെ ഇത്തരത്തിൽ ദത്ത് നൽകിയിരുന്നെങ്കിൽ ഒരാഴ്ച സിനിമ തികയ്ക്കുമായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആ നായിക കഥാപാത്രത്തിൻ്റെ പ്രസക്തി അവിടെ അവസാനിച്ചതുകൊണ്ടാണ് അതിന് പ്രസക്തി ലഭിച്ചതെന്നും ഡെന്നീസ് ജോസഫ് പരിപാടിയിൽ പറഞ്ഞു.